വെൽക്കം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പുതിയൊരു ചരിത്ര കഥ പറയുന്നു. സിനിമാ കഥകൾ നമ്മളുടെ പൂർവിക ചരിത്ര സത്യകഥകളുടെ 7 അയലത്ത് പോലും വരില്ല. നമ്മുടെ യുവതലമുറകൾക്ക് ഇങ്ങനത്തെ ചരിത്ര സത്യങ്ങൾ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം. അവരുടെ ഹൃദയ മാലിന്യം അകറ്റാനും നല്ലൊരു ആൾക്കാരായി തീരാനും വളരെ ഉത്തമമാണിത്. താലോലിച്ചും ഓമനിച്ചും കൊണ്ടു നടക്കുന്ന നമ്മളുടെ മക്കളോട് നമ്മൾ പറയണം, മക്കളെ, കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. അബിസ്സീനിയയിലെ ഒരു പാവപ്പെട്ട കർഷകനായ ഒരു നീഗ്രോ യുവാവായിരുന്നു ബാഹൂർ. കറുത്ത വർഗക്കാരായ അവരെ അധമരായി മാത്രമാണ് സമൂഹം പരിഗണിച്ചിരുന്നത്. എല്ലുമുറിയെ പണിയെടുക്കുക, പകരം ഭക്ഷണം കിട്ടുക എന്നതായിരുന്നു അവരുടെ രീതി. കേവലം അടിമകൾ മാത്രമായി വിധിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അവർ. പക്ഷെ ബാഹൂറിന് അല്പം കൃഷിയും ആടുകളും ഉള്ളതുകൊണ്ട് അത്യാവശ്യം അദ്ദേഹത്തിന് ആരുടെയും പണിയെടുക്കാൻ പോവേണ്ടി വന്നില്ല. വിവാഹപ്രായമായപ്പോൾ ആ യുവാവ് അന്നത്തെ ദീനീബോധമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ ഒരു ബന്ധത്തിൽ പിറന്ന പൊന്നാര മകനാണ് നീഗ്രോ ബാലനായ ലോക പ്രശസ്തനായ ഖുർആനിൽ വരെ വിശേഷിപ്പിക്കപ്പെട്ട ലുക്മാനുൽ ഹക്കീം എന്ന ചരിത്ര പണ്ഡിതൻ. പ്രവാചകന്മാരെ കൂടാതെ ലോകത്ത് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ജീവിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് പഠനവും മാതൃകയുമായി അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുന്നിലുണ്ട്. അത് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തണം ബാഹൂറും ഭാര്യയും തീരുമാനിച്ചു. ആ കുഞ്ഞിന്റെ പുഞ്ചിരിയിൽ ബാഹൂറും ഭാര്യയും സ്വയം മറന്നു. ചെറുപ്പത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ ലുക്മാനിൽ കണ്ടിരുന്നു. ആ മാതാപിതാക്കൾ വളരെ ദൈവഭക്തരായിരുന്നു. എപ്പോഴും എന്തുണ്ടായാലും അള്ളാഹുവിനെ അവർ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. തങ്ങളുടെ കുഞ്ഞൊരു സാധാരണ കുട്ടിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ റബ്ബിനെ സ്തുതിക്കുകയും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വന്തം ആടുകളെ മേക്കലായിരുന്നു ബാഹൂറിന്റെ ജോലി. ഈ മകനും ബാപ്പയോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെടും, ആടിനെ മേക്കാൻ സഹായിക്കും. മറ്റു കുട്ടികളൊക്കെ ആടിനെ മേക്കുന്ന സമയത്ത് കളിയും ചിരിയും ബഹളവുമായി കഴിയുമ്പോൾ ലുക്മാൻ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന് ദിക്റുകൾ ചെയ്തും ഇബാദത്തുകൾ ചെയ്തും മരച്ചുവട്ടിലിരുന്ന് ആടിനെ നോക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. പ്രശസ്തമായ പണ്ഡിതരുടെ കീഴിൽ എവിടെയെങ്കിലും വെച്ച് പഠിപ്പിക്കലായിരുന്നു അന്ന് പതിവ്. അതേപോലെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതന്റെ കീഴിൽ ലുക്മാനെ ആ പിതാവ് ഏൽപ്പിച്ചു. ആ ഗുരു ഒരു സൂഫി വര്യനും മഹാനായ പാണ്ഡിത്യത്തിന്റെ ഉടമയും പിന്നെ ആയുർവേദ ചികിത്സയുടെ ആചാര്യൻ കൂടിയായിരുന്നു അദ്ദേഹം. പ്രകൃതിയിൽ വളരുന്ന പലതരം വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഇരകളും വേരുകളും അത്ഭുത സിദ്ധിയുള്ള മരുന്നുകളാണെന്ന് ആ ഗുരുവിന് അറിയാമായിരുന്നു. ലുക്മാന്റെ അതിബുദ്ധിയും സ്വഭാവ മഹിമയും കണ്ട് ആ ഗുരുവ് തന്റെ അരുമ ശിഷ്യനായിട്ട് ലുക്മാനെ പരിപാലിച്ചു പോന്നു. എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനുമുള്ള ലുക്മാന്റെ കഴിവ് അപാരമായിരുന്നു. തങ്ങളുടെ പ്രിയമകന്റെ കഴിവുകളും സ്വഭാവ നൈർമല്യവും കണ്ട് ആ മാതാപിതാക്കൾ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ലുക്മാനെ 7 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം കാട്ടിൽ ആടുമേയ്ക്കാൻ പോയതായിരുന്നു. ലുക്മാൻ ആടിനെ മേയാൻ വിട്ടിട്ട് ഒരു മരത്തിൻ ചുവട്ടിൽ നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയായിരുന്നു പതിവ്. കൂട്ടുകാരുടെ കരച്ചിൽ, ഓടിവരൂ ഓടിവരൂ, ആടിനെ സിംഹം പിടിക്കുന്നു എന്നുള്ള കരച്ചിൽ കേട്ട് ലുക്മാൻ ആരാധനയിൽ നിന്നും ഉണർന്നു. അവൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടിപ്പോയി. അപ്പോഴുണ്ട് ഒരു വലിയ സിംഹം ആടിനെ പിടികൂടിയിരിക്കുകയാണ്. ചോരയൊലിപ്പിച്ചുകൊണ്ട് ദയനീയമായി കരയുന്ന ആടിനെ കണ്ടപ്പോൾ ലുക്മാന് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അവൻ പെട്ടെന്നൊരു കല്ലെടുത്തുകൊണ്ട് സിംഹത്തിന്റെ നേരെ ആഞ്ഞൊരേറ് കൊടുത്തു. അതൊരു അമ്പ് കണക്കെ ആ സിംഹത്തിന്റെ നെഞ്ചിലേക്ക് പതിച്ചു. അത്ഭുതം! ഭീകരമായ ഒരു അലർച്ചയോടെ ആ സിംഹം അവിടെ ചത്തു വീണു. കൂട്ടുകാരെല്ലാം ദൂരെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഭയത്തോടുകൂടി. അവർ ഈ കാഴ്ച കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി. അവർ ഓടി വന്ന് ആടിന്റെ അരികിലെത്തി. കഴുത്ത് മുറിഞ്ഞ നിലയിൽ ആട് കിടന്ന് പിടക്കുകയാണ്. ലുക്മാൻ പെട്ടെന്ന് കാട്ടിലേക്ക് ഓടി. എന്തൊക്കെയോ പച്ചിലകളെടുത്ത് ചതച്ചരച്ചുകൊണ്ട് നീര് ആടിന്റെ മുറിവിൽ പരട്ടി. പെട്ടെന്ന് മുറിവെല്ലാം കൂടി ആട് പഴയ പോലെ എഴുന്നേറ്റ് നിന്നു. ഈ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ് ആയുർവേദത്തിന്റെ പിതാവ്. പ്രഗത്ഭനായ ഗുരുവിന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിയ അറിവുകളായിരുന്നു ഇതെല്ലാം. മാതാപിതാക്കളെ പരിപാലിക്കുക, അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുക, അതായിരുന്നു ലുക്മാന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ.
ഒരു ദിവസം ഉപ്പയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ രാത്രി ഉപ്പാക്ക് തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ ലുക്മാൻ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഉപ്പ മരിച്ചിരിക്കുന്നു. അവന്റെ പ്രിയപ്പെട്ട പിതാവായിരുന്നു അത്. അവന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവന് ആ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴും ഉപ്പയുടെ ഓർമ്മകൾ. അങ്ങനെ അവൻ ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. അബിസീനിയയിലെ ഒരു തെരുവിലുള്ള ഒരു വിജനമായ പ്രദേശത്ത് പോയി അവൻ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടി. 2 ദിവസം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് വരാതിരുന്നപ്പോൾ അവന്റെ മാതാവ് അവനെ അന്വേഷിച്ചു പോയി. വിജനമായ ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മകനെ കണ്ട് ആ മാതാവിന്റെ ഹൃദയം പൊട്ടി. അവർ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമസ്കാരം കഴിഞ്ഞപ്പോൾ മോനെ വിളിച്ചു, മോനെ, നീ വീട് വിട്ടു പോന്നാൽ പിന്നെ ഉമ്മാക്ക് ആരാണുള്ളത്? നിന്റെ പിതാവിനോട് ഉള്ള പോലെ തന്നെ മാതാവിനോട് നിനക്ക് ബാധ്യതയില്ലേ? നീ എന്റെ കൂടെ വരൂ. അങ്ങനെ ലുക്മാൻ സങ്കടത്തോടു കൂടി ഉമ്മയുടെ കൂടെ പോയി. പിന്നീടുള്ള അവന്റെ ജീവിതം ഉമ്മായെ പരിചരിക്കലായിരുന്നു. അവൻ എപ്പം പുറത്തേക്ക് പോകുമ്പോഴും ഉമ്മായോട് ചോദിക്കുമായിരുന്നു, ഉമ്മ, ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സ്വർഗം എന്ന് പറയുന്ന കാലഘട്ടം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലർക്കത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർ നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാതാപിതാക്കൾ ഉള്ള സമയത്ത് തന്നെ അവരെ പരിപാലിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക. എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ പോക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു ചെയ്താലും നമ്മൾക്ക് അവിടെ ബർക്കത്തുണ്ടാവില്ല. ഒരു ദിവസം ലുക്മാൻ പോകുമ്പോൾ ഉമ്മ, ഞാൻ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് നീ വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണം. മോൻ പറഞ്ഞു, ഇവിടുന്ന് പോയാൽ എവിടുന്നാണ് ഉമ്മ സ്വർഗത്തിലെ മണ്ണ് കിട്ടുക? അവൻ ഉടൻ തന്നെ ഉമ്മയുടെ കാലടിയിൽ പോയി 3 പിടി മണ്ണ് വാരിയിട്ട് ഉമ്മക്ക് കൊടുത്തു. ഉമ്മ, ഇതാണ് സ്വർഗത്തിലെ മണ്ണ്. മാതാവിന്റെ കാലടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അങ്ങനെ അവന്റെ ഉമ്മായും മരിച്ചു. പിന്നെ ആ മോന് വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവനെ വിജനമായ സ്ഥലത്ത് പോയി അള്ളാഹുവിനെ ആരാധിച്ചും നിസ്കരിച്ചും കഴിഞ്ഞുകൂടി. ഒരു നട്ടുച്ച നേരത്ത് പൊരി വെയിലിൽ ലുക്മാൻ അള്ളാഹുവിന് സുജൂദിൽ കിടന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ പ്രിയപ്പെട്ട ഗുരു വന്നത്. നീണ്ട സുജൂദിലായിരുന്നു ലുക്മാൻ. അത് കഴിയുന്നവരെ ഗുരു ക്ഷമയോടുകൂടി കാത്തുനിന്നു. സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സലാം ചൊല്ലി. എന്നിട്ട് ലുക്മാനോട് ചോദിച്ചു, മോനെ, നീ ഇവിടെ നിന്ന് കാലം കഴിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇനി അത് നടക്കില്ല. നീ ഉടനെ ഇവിടെ നിന്നും പുറപ്പെടണം. എങ്ങോട്ടാണ് ഞാൻ പോവേണ്ടത് ഗുരു? നീ ഫലസ്തീനിലേക്ക് പോകണം. എന്തിനാണ് ഗുരു ഞാൻ പോകുന്നത്? ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ട്. നീ അദ്ദേഹത്തിന്റെ ശിഷ്യനായി അവിടെ നിന്നും പഠിക്കണം. നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നീ പല ഉന്നതിയിലും എത്തേണ്ട ആളാണ്. ലുക്മാനെ ആകെ സങ്കടമായി. തന്റെ മാതാപിതാക്കളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണിത്. ഇനി തനിക്ക് ആകെ ഉള്ളത് ഗുരുവാണ്. ഇനി ഗുരുവിനെയും ഞാൻ പിരിയുകയാണോ? ലുക്മാന്റെ മാനസിക വിഷമം മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു, മോനെ, ഈ ദുനിയാവ് നൈമിഷികമാണ്. നിനക്ക് എല്ലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ക്ലാസ്സിൽ പോയിരുന്നാൽ എല്ലാം നിനക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോവുക. ഗുരുവിനെ ധിക്കരിക്കാത്ത ലുക്മാൻ പറഞ്ഞു, ഗുരുവെ, ഞാൻ പോകാം. പക്ഷേ അങ്ങയെ വിട്ടു പോവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. മോനെ, ഐഹികമായ ജീവിതത്തിൽ നമ്മൾ ഒന്നിനോടും അമിതമായിട്ടൊരു ഇഷ്ടം കാണിക്കരുത്. നീ വിഷമിക്കേണ്ട. എന്തായാലും ഞാൻ മരിക്കുന്നത് നിന്റെ അടുത്ത് നിന്നായിരിക്കും. ഇപ്പോൾ നിന്റെ നിയോഗം ഫലസ്തീനിൽ എത്തുക എന്നുള്ളതാണ്. തീർച്ചയായും അത് നീ നിറവേറ്റണം. ഉസ്താദെ, ഐഹിക ജീവിതവുമായി യാതൊരു ഇഷ്ടവുമില്ലാത്ത ഞാൻ അള്ളാഹുവിനെ ആരാധിച്ച് ഇങ്ങനെ കഴിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അങ്ങ് പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. മോനെ, നമ്മൾ വിചാരിക്കുന്നതൊന്നും റബ്ബ് നമുക്ക് വിധിച്ചത് മറ്റൊന്നുമായിരിക്കും. അങ്ങ് എന്താണ് അങ്ങനെ പറയുന്നത്? നീ ഒരു സുന്ദരിയെ വിവാഹം കഴിക്കും. അതിൽ നിനക്ക് ബുദ്ധിമാനും സ്നേഹസമ്പന്നനുമായ ഒരു പൊന്നോമന പുത്രനുണ്ടാവും. ഗുരുവെ, ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് വിവാഹം. അപ്പോൾ ഗുരു പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ വിധി അതാണെങ്കിൽ അത് നടക്കും. തന്റെ മാതാപിതാക്കളെ കൂടുതൽ കാലം പരിപാലിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇനിയുള്ള തന്റെ ഗുരുവിനെയെങ്കിലും വാർദ്ധക്യകാലത്ത് പരിപാലിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഗുരു സമ്മതിക്കുന്നില്ല. എന്തായാലും പോവുക തന്നെ. അത് മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു, ലുക്മാനെ, നീ പോയാൽ എനിക്ക് ആരുണ്ട് എന്നോർത്ത് നീ ദുഃഖിക്കേണ്ട. എനിക്കും നിനക്കും സർവ്വചരാചരങ്ങൾക്കും എപ്പോഴും കാവലായി നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവുണ്ട്. അതെല്ലാം അവനിൽ ബരമേൽപ്പിക്കുക. ലുക്മാനെ, നിനക്ക് കൂടുതൽ വേണ്ടത് അനുഭവ സമ്പത്താണ്. നീ ലോകമാകെ സഞ്ചരിച്ചിട്ട് കൂടുതൽ മനുഷ്യരെ ദുഃഖങ്ങൾ മനസ്സിലാക്കണം, അവരെ സഹായിക്കണം.
പിന്നെ നിന്നില്ല. ലുക്മാൻ നടന്നു നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഒരു ദിവസം അവിടെ എത്തിച്ചേർന്നു. പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ആസ്ഥാനം ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. പ്രവാചക സന്നിധിയിലെത്തി സലാം പറഞ്ഞ ലുക്മാനോട് ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലയോ അബിസീനിയയിൽ നിന്നെത്തിയ ലുക്മാനെ, നിനക്ക് സ്വാഗതം. ആ വാക്കുകൾ കേട്ട് ലുക്മാനുൽ ഹക്കീം അത്ഭുതപ്പെട്ട് മിഴിച്ചു നിന്നുപോയി. ബാക്കി ഭാഗം നാളെ പറയാം ഇൻഷാ അല്ലാ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.